ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ കുടുംബശ്രീ ഉണ്ട്. അപ്പോൾ ക്ലാസ് എല്ലാം പൊട്ടി തീർന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാനും കുഞ്ഞും കൂടെ ചെറിയ മോളും കൂടെ ക്ലാസ് വാങ്ങാൻ പോയേ. പിന്നെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ക്ലാസ്സൊക്കെ മേടിച്ച് വന്നു. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കണം, ഉച്ചയ്ക്കിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കണേ. അപ്പോൾ 12 ക്ലാസ്സാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി ബീഫ് മേടിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഇഷ്ട വിഭവമാണ് ബീഫ് എന്ന് പറയുന്നത്. വല്ലപ്പോഴേ മേടിക്കാറുള്ളൂ കേട്ടോ, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ മേടിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ബീഫ് മേടിച്ചായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് കറി വെക്കണം. ഉച്ചക്കത്തേക്ക് ചോറും ബീഫ് കറി മാത്രം മതി കേട്ടോ, കാരണം കുഞ്ഞു ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ബീഫെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് റെഡി ആക്കിയുള്ളല്ലോ. അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ ഇത് എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോഴേക്കും അതിൻ്റെ ആ ഫ്രീസ് ഒക്കെ മാറി, ഐസ് ഇതൊക്കെ ഇട്ടിരുന്നതൊക്കെ മാറി അത് നന്നായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന പാട് ഞാൻ വേഗം ഒന്ന് ഇനി കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് നല്ലോണം കിഴിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അവിടെ ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ ചിക്കനാണെങ്കിലും പിന്നെ എന്ത് ഇറച്ചിയാണെങ്കിലും ഞാൻ ഇതിൻ്റെ പൊടികളൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് പുരട്ടിയിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം പുരട്ടിയിട്ട് അവിടെ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ചു വെക്കും. അപ്പം നമ്മളുടെ ഈ സവാള ഇതെല്ലാം വഴന്ന് വരുമ്പോഴത്തേക്ക് ഇത് നല്ല പൊടിയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട് ഇരുന്നോളൂ കേട്ടോ. അല്ല നമ്മൾ ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊടികളൊന്നും പിടിക്കാതെ ഒരു വെള്ള കളറായിട്ടിരിക്കില്ലേ, അങ്ങനെ എനിക്കിഷ്ടമല്ല കേട്ടോ. ചിക്കൻ കറി ആണെങ്കിലും എന്തിറച്ചിയാണെങ്കിലും വെക്കുമ്പോൾ ഞാൻ ആദ്യം മസാലയൊക്കെ തേച്ച് അവിടെ വെക്കും. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴന്ന് വരുമ്പോഴേക്കും അത് എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടിരുന്നോളും. പിന്നെ നമ്മൾ അത് നല്ലോണം ഒന്ന് വഴറ്റി അതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരൊന്ന് തീ കുറച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ പൊടികളുടെ പച്ചമണവും മാറി കിട്ടിക്കോളൂ കേട്ടോ. പൊടികളുടെ കുത്തലൊന്നും ഉണ്ടാവില്ല. കുറച്ച് സമയം നമ്മളങ്ങനെ അടച്ച് വെച്ചിട്ട് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. അപ്പം അതിൻ്റെ പൊടികളൊക്കെ മൂത്ത് വന്നോളും. പിന്നെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുക്കറിൽ അടച്ച് വേവിക്കോളും. അപ്പം ഞാൻ എന്താ നല്ലോണം എല്ലാം പുരട്ടി അവിടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവോളയൊക്കെ വഴറ്റണം. അപ്പം ഇതിനു വേണ്ടി ഞാൻ സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം എടുത്ത് നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളൊക്കെ അതവിടെ പിടിച്ചിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോഴേക്കും നമുക്ക് സവോളയൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ സവോള എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കറിൽ വേഗം വഴച്ചെടുക്കണം. ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നത് കുക്കറിൽ ഇപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് എന്തും പിന്നെ ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. നമ്മൾ പെട്ടെന്ന് വിസിലടിച്ച് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ കുക്കറിൽ ഇതെല്ലാം വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്തുകൊണ്ട് പിന്നെ നമുക്ക് ആ ബീഫ് ഇപ്പം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം അത് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ലോ ഫ്ലെയിമിൽ അത് അടച്ച് വെക്കാനായിട്ട്. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ അടച്ച് വെച്ച് കഴിയുമ്പം പൊടികളെല്ലാം മൂത്ത് അതിനകത്ത് പിടിച്ച് നല്ല സെറ്റായിട്ടിരുന്നോളും. പിന്നെ അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായി നല്ല പൊടികളൊക്കെ പിടിച്ച് നല്ല കറുത്ത കളറായിട്ട് വന്നോളും. അപ്പം നല്ല ടേസ്റ്റുള്ള ബീഫ് കറി, ചൂട് ബീഫ് കറിയും കൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം. പിന്നെ രാത്രിയിലേക്ക് ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ബീഫ് കറി ഓൾറെഡി ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ചപ്പാത്തി മാത്രം കുടുംബശ്രീയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ. പിന്നെ കുടുംബശ്രീയിൽ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ അടുത്ത് ഒരു ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരാൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പരിപ്പ് വട ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഒരു 6 മണിക്കാണ് കുടുംബശ്രീ, അപ്പോഴേക്കും മേടിച്ചുകൊണ്ട് വന്നാൽ മതി. എന്നിട്ട് അതും പാൽ ചായയാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഓരോരോ വീടുകളിൽ മാറിയാണ് കേട്ടോ ഞങ്ങൾക്കിവിടെ കുടുംബശ്രീ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വീട്ടിലാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അവിടെ ഇങ്ങനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇതാക്കി കഴിയുമ്പോഴേക്കും നല്ല കറുത്ത കളറായിട്ട് എല്ലാ പൊടിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നോളും. ഇനി ചൂട് ബീഫ് കറി കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. ചോറിൽ ചൂട് ബീഫ് കറി ഒഴിച്ച് കഴിക്കുന്ന ആലോചിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിതാ കറി റെഡി ആയിട്ടുണ്ട്, ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കഴിക്കട്ടെ കേട്ടോ. ചൂട് ചോറും ബീഫ് കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. വേറെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. കുഞ്ഞിന് പിന്നെ അങ്ങനെ
വേറെ കറികളൊന്നും ഇഷ്ടമില്ല. ബീഫ് കറി കൂട്ടി കുഞ്ഞിന് ആദ്യം ചോറ് കൊടുത്തു കേട്ടോ. കുഞ്ഞ് കഴിച്ചു. അതിന് ശേഷമാണ് പിന്നെ എനിക്ക് ചോറെടുത്തത്. അപ്പോൾ ഇതാ നല്ല ബീഫ് കറിയും ചൂട് ചോറും. എല്ലാവർക്കും ഇഷ്ടമാണ് ബീഫ് കറിയും ചൂട് ചോറും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിതൊന്ന് കഴിക്കട്ടെ. അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. രാവിലെ ക്ലാസ്സൊക്കെ വാങ്ങാൻ പോയി, അതിനുശേഷം കറിയൊക്കെ ഉണ്ടാക്കി, പിന്നെ നമ്മൾ ചോറ് കഴിച്ചു. ഇനി വൈകുന്നേരം കുടുംബശ്രീ ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ഇത് ബീഫ് കറിയും കൂട്ടി കഴിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ പുതിയതായിട്ട് ആണ് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും ടാറ്റാ.